ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോൾ നിറച്ചും പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാ സീസണിലും ഒരുപോലെ പൂക്കൾ ഉണ്ടാവുന്ന നല്ലൊരു പ്ലാന്റാണ് ഈ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പേര് പോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ വേരിയേഷൻസ് ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത്. നല്ല വൈറ്റ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത്. വൈറ്റും റെഡും, നല്ലൊരു ചെറിയ റെഡ് പൂവാണ്. ഈ ഒരു വൈറ്റ് ലീഫ് പോലെയൊക്കെ തോന്നും, പക്ഷേ അതിൻ്റെ പൂവ് തന്നെയാണ്. എന്നിട്ട് റെഡ് കളറും കൂടിയും വരുന്നത്. ഈ വൈറ്റിൻ്റെ സ്ഥലത്ത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിലും ഈ ഒരു ചെടി വരുന്നുണ്ട്. പക്ഷേ നമ്മളെടുത്ത് ഇപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നല്ല ഒരു സന്ധ്യാസമയമായിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ചെടി നിൽക്കുന്നുണ്ട്. ഈ ഒരു ചെടി പൂവിട്ട് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചത്തോളം ഇതുപോലെ നല്ല നിറത്തിലും ഈ ഒരു ഭംഗിയിലും ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതാണ്. ഈ ഒരു ചെടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാമെന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് ഇതുപോലെ കുറ്റി പോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഹെൽത്തി ആയിട്ട് നീട്ടി വളർത്താവുന്നതാണ്. ഇനി അല്ല, പോട്ടിൽ നല്ല ബുഷിയായിട്ട് കട്ട് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും വളർത്താവുന്നതാണ്. നമ്മളൊരു പ്രാവശ്യം പൂവുണ്ടായി കഴിഞ്ഞാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് ഉണ്ടാകുന്ന ഓരോ ലീഫിനും പുതിയ പുതിയ തണ്ടുകൾ വരും. അതുപോലെ തന്നെ ഇതുപോലെ പൂക്കളും ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ലോ മെയിൻ്റനൻസിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണ്. അങ്ങനെ പ്രത്യേകിച്ച് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ വർഷം മുഴുവൻ ഇതുപോലെ നല്ലോണം പൂക്കൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഒരു സ്പോട്ടിൽ ഈ ചെടി പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ചെടികൾക്ക് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മുറ്റത്തോ അതുപോലെ തന്നെ പോട്ടിലോ എങ്ങനെ വേണമെങ്കിലും ഈ ചെടി വെച്ച് കൊടുക്കാവുന്നതാണ്. നമ്മൾ അത്യാവശ്യം വെയിലുള്ള സ്ഥലത്താകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ളൊരു കളർ വേരിയേഷൻസിലും അതുപോലെ നിറച്ചും പൂക്കളും ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു കുറ്റി പോലെ വെച്ച് കൊടുത്തേക്കാണ്. ഇതുപോലെ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല നീളത്തിൽ തന്നെ ഈ ചെടി ഉണ്ടായി കിട്ടുന്നതാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ട്രിം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടായി വരുന്ന ഓരോ പീസിനും നമുക്ക് പൂവുണ്ടാവുന്നതാണ്. നല്ല വെയിലത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ മഴക്കാലത്തൊക്കെ പ്രത്യേകം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ചെടി വാടിപ്പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുകയാണെങ്കിൽ മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചട്ടിയിൽ വെക്കുന്ന പോലെ വളപ്രയോഗമൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരുവിധം വളമൊന്നും ഇല്ലെങ്കിലും ഈ ചെടി ഇതുപോലെ തന്നെ ഹെൽത്തിയായി വളരുന്നതാണ്. നമ്മൾ ഈ മുറ്റത്ത് തന്നെ വെച്ച് കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരുപാട് വളമൊന്നും ചേർത്ത് കൊടുക്കാറില്ല. മറ്റ് ചെടികളുടെ കൂടെ നമ്മൾ ചാണകവെള്ളമൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാറുണ്ടെന്ന് മാത്രം. ഒരു വളവും ഇല്ലെങ്കിലും ഈ ചെടി ഹെൽത്തി ആയിട്ട് വളരുന്നതാണ്. ഇതുപോലെ ചാണകപ്പൊടി അതുപോലെ തന്നെ ചാണകം കലക്കിയ വെള്ളമൊക്കെ നമ്മൾ ഈ ചെടിയുടെ വേരിൻ്റെ മൂട്ടിലായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടായി കിട്ടുന്നതായിരിക്കും. പണ്ട് കാലങ്ങളിൽ ഈ ചെടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും തൊടിയിലും വേലിയിലും ഒക്കെ ഉണ്ടായി കിടന്നൊരു പ്ലാന്റ് ആട്ടോ. പക്ഷേ ഇന്ന് നമ്മളെ ഗാർഡനിലും അതുപോലെ തന്നെ നഴ്സറികളിലൊക്കെ വില കൊടുത്ത് എല്ലാവരും മേടിക്കുന്ന ഒരു ചെടിയാണ്. ഒരുപാട് വിലയൊന്നുമില്ല. ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലാക്കിയിട്ട് നമുക്ക് ഒരു 40 രൂപക്കൊക്കെ സ്റ്റാർട്ടിംഗ് ആയിട്ട് കിട്ടുന്നതാണ്. പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതാണ്. നമ്മളങ്ങനെ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പോട്ട് മാറ്റി നമ്മളെ മണ്ണുമായിട്ട് യോജിപ്പിച്ച് വളർത്താൻ നോക്കുക. ചെടി പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇതിൻ്റെ കെയർ എന്ന് പറയുകയാണെങ്കിൽ നല്ല ഡയറക്റ്റ് ലൈറ്റിൽ പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ അത്യാവശ്യം വെള്ളം കൊടുക്കുക. മാസത്തിലോ നമുക്ക് കഴിയുന്ന പോലെയൊക്കെ വളപ്രയോഗം ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ആർച്ച് പോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കുറ്റിയായിട്ട് വളർത്താവുന്നതാണ്. അതുപോലെ തന്നെ പോട്ടിൽ ബുഷിയായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആട്ടോ ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്നത്. ഗാർഡനിലൊക്കെ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ചെടി വളർത്തിയാൽ നല്ല മനോഹരമായിരിക്കും. പണ്ട് കാലങ്ങൾക്കൊക്കെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് വേലി പോലെയൊക്കെ ഇത് വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു. നമ്മൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നമ്മളടുത്ത് 2-3 പീസായിട്ട് 2-3 ഭാഗത്തായിട്ട് നമ്മൾ ഗാർഡനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു. ഈ ഒരു പ്ലാനിനെ പറ്റി അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഫ്ലവറിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.